സതീശൻ. നമ്മുടെ ഭാരതത്തിൽ നമ്മളല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു പുതിയ വിവാദങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയ ഒരു സംഭവമാണ് തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലേ. ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ ബില്ല് അനുസരിച്ച് ഓരോ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും അവർ ഇതുവരെ ചെയ്തിരിക്കുന്ന തൊഴിൽ ദിനങ്ങൾ വെറും 100 ദിവസമാണ് എങ്കിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് 125 ദിവസത്തേക്കാണ്. അതായത് ഓരോ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും 125 ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ നൽകിയിട്ടുണ്ട്. 2025 ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, അതായത് ദ നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി എന്ന പദ്ധതി നിലവിൽ വന്നിട്ടുള്ളത്. ഈ പദ്ധതിയുടെ പേര്, അതായത് തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് എങ്കിൽ 2009 കോൺഗ്രസ് സർക്കാർ അധികാരത്തിലുള്ളപ്പോൾ ഈ പദ്ധതിയുടെ പേര് മാറ്റുകയുണ്ടായി. അതായത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിലേക്ക് നാമമാറ്റം ചെയ്തിരുന്നു. അന്നത്തെ കോൺഗ്രസ് സർക്കാർ, അന്നത്തെ UDF സർക്കാർ വെറും 18,900 കോടി രൂപയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിക്കായിട്ട് വകയെത്തിയത്. ബാക്കിയെല്ലാം തന്നെ കടത്തിൻ്റെ ബലത്തിലാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. എന്നാൽ 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിക്കായിട്ടുള്ള ഫണ്ട് അലോക്കേഷൻ 33,276.40 കോടി രൂപ ആദ്യമായിട്ട് അനുവദിക്കുകയും ഈ അനുവദിച്ച മുഴുവൻ ഫണ്ടും ഓരോ തൊഴിലാളികൾക്കും നേരിട്ട് വിതരണം ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലുറപ്പ് മേഖലയിൽ അല്ലെങ്കിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓരോ തൊഴിലാളികൾക്കും പട്ടിണി കൂടാതെ ജീവിക്കാനുള്ള ഒരു ജീവിതമാർഗമായി. കൂടാതെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 100 ദിവസത്തെ തൊഴിൽ മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനവും നരേന്ദ്രമോദി സർക്കാർ ഒരുക്കി നൽകി. അങ്ങനെ ഓരോ പഞ്ചായത്തിലെ തൊഴിലാളികളുടെയും തൊഴിൽ കാർഡ് എണ്ണം അനുസരിച്ച് ഓരോ വർഷത്തിലെയും ഫണ്ടും ഓരോ പഞ്ചായത്തിലേക്കും നൽകി. 2015 ശേഷം നരേന്ദ്രമോദി സർക്കാർ എല്ലാ സാമ്പത്തിക വർഷാവസാനവും സോഷ്യൽ ഓഡിറ്റ് നടത്തി അധികമായി ഫണ്ടുകൾ തൊഴിലുറപ്പ് പദ്ധതികൾക്കായി അനുവദിച്ചു. ഇപ്പോഴുള്ള പദ്ധതിയിൽ അല്ലെങ്കിൽ ബില്ലിലെ പോരായ്മകൾ മാറ്റുന്നതിന് കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പിൽ പുതിയ ബില്ല് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ പുതിയ പേര് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ, അതായത് VBG രാംജി. ഇതാണ് പുതിയ പദ്ധതിയുടെ പേര്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിൽ നിന്നും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിലേക്ക് നാമകരണം മാറ്റിയതിനു ശേഷം വീണ്ടും മറ്റൊരു പുതിയൊരു പേര് വന്നിരിക്കുകയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക്. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുകൾ മാറിയത് കൊണ്ട് ആനുകൂല്യങ്ങളോ അവകാശങ്ങളോ മാറ്റപ്പെടുന്നില്ല എന്നതാണ് സത്യം. ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയെങ്കിൽ കൂടി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനം 100-ൽ നിന്ന് 125 ദിവസങ്ങളിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ഈ നല്ലൊരവസരം എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളും ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ തൊഴിലില്ലായ്മ, പട്ടിണി, ഇതിൽ നിന്നൊക്കെ ഒരു മുക്തി നേടാൻ ഈ തൊഴിലുറപ്പ് പദ്ധതി ഓരോ സാധാരണ വ്യക്തികൾക്കും ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് വിശ്വാസം. മാറ്റങ്ങൾ തന്നെയാണ് വികസനത്തിൻ്റെ മുഖം. എല്ലാവരും തൊഴിലന്വേഷിക്കുന്ന, തൊഴിലില്ലാത്ത എല്ലാവരും തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമാകുക, അണിചേരുക, പ്രവർത്തിക്കുക, വികസനത്തിൽ പങ്കാളികളാവുക. ജയ് ഹിന്ദ്.